നമ്മുടെ അർജുനായി 12ാം ദിനം അവിടെ വലിയ ശക്തമായ നിരയിൽ തന്നെ തെരച്ചിൽ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഈ 12ാം ദിനം. അവിടെ നിന്ന് അനുകൂലമായ ഒരു വാർത്ത പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഏറെ പ്രതീക്ഷ നൽകുന്ന തെരച്ചിൽ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഈശ്വർ മാൽപ്പയും സംഘം കടലിന്റെ മക്കളാണവർ. അവർക്ക് ഇതിലും പ്രക്ഷുബ്ധമായ കടലിനെ നേരിട്ട് ശീലമുള്ളവരാണ്, പരിചയസമ്പന്നരാണ്, നിരവധി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരാണ്. ആ അനുഭവ സമ്പത്തിന്റെ മാത്രം കരുത്തിലാണ് ഇപ്പോൾ ഷിരൂരിൽ രക്ഷാ ദൗത്യം പുരോഗമിക്കുന്നത്. നമുക്കൊപ്പം വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ഷിരൂരിൽ നിന്ന് ചേരുന്നു. ഒപ്പം TG സജിത്തുമുണ്ട്. സജിത്ത്, ഇന്ന് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന സിഗ്നൽ ലഭിച്ച ഇടത്താണ് കടലിന്റെ മക്കൾ ഈ രീതിയിൽ തെരച്ചിൽ നടത്തുന്നത്. 3 അറ്റംപ്റ്റ് നടന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒന്നും ഒരു മുന്നോട്ട് പോക്കും ഉണ്ടായിട്ടില്ല. ആ വാഹനം അല്ലെങ്കിൽ ഏതെങ്കിലും ലോഹഭാഗം അവിടെ ഉണ്ടോ എന്ന തെരച്ചിലാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പിന്തിരിയാൻ ഒരുക്കമല്ല. ഇത് എത്രമാത്രം പ്രതീക്ഷ നൽകുന്നതാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ഓപ്പറേഷൻ? സങ്കീർണമാണ്. 12ാം ദിനം ഈ ദൗത്യം അതിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് അടുക്കുന്നു എന്നതാണ് സാഹചര്യം. കാരണം 23-ന് തീരുമാനിച്ചതാണ്. ഒന്ന് തുടരുക. ഇപ്പോൾ ലിൻഡോ ജോസ് MLA നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ലിൻഡോ, ഏറ്റവും പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുകയാണ് അവിടുത്തെ ദൃശ്യങ്ങൾ. നിങ്ങൾക്ക് കരയിൽ ലഭ്യമാകുന്ന വിവരം എന്താണ്? എന്തെങ്കിലും സാധ്യതകൾ ഉരുത്തിരിയുന്നുണ്ടോ അവിടെ? കൂടുതൽ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇന്നത്തെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ക്രിയാത്മകമായ ഒരു ഇടപെടൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇന്നലെ മേജർ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ഐഡന്റിഫൈ ചെയ്തൊരു സ്പോട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മണ്ണ് വന്ന് കൂടിയ വെള്ളത്തിനുള്ളിൽ ഒരു ഐലൻഡ് പോലെ രൂപപ്പെട്ട ആ സ്ഥലത്ത് ഇന്നലെ ഒരു ഐ വിറ്റ്നസ്, ഈ പ്രദേശത്തുകാരൻ കൂടിയ ഒരു ഐ വിറ്റ്നസ് പറഞ്ഞിരുന്നു അവിടെ ഈ ടാങ്കർ ലോറി മുങ്ങുന്നതും ക്യാബിൻ ഉയർന്നു നിൽക്കുന്നതും കണ്ടു എന്ന് പറഞ്ഞിരുന്നു. ആ സ്ഥലത്ത് കൂടുതൽ മെറ്റൽ കണ്ടന്റ് ഉണ്ടോ എന്നുള്ളത് പരിശോധന ഇന്നലെ മേജർ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ, ഇന്ദ്രപാലിന്റെ സഹോദരൻ കൂടിയായിട്ടുള്ള മേജർ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അവിടെയാണ് കൂടുതൽ മെറ്റൽ കണ്ടന്റ് എന്നുള്ളത് ഇന്നലെ തന്നെ ഐഡന്റിഫൈ ചെയ്തിരുന്നു. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഡൈവിങ്ങിന് സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ ഡൈവിങ്ങിന് ഒരുങ്ങുക ഈ സ്ഥലത്താണ് എന്ന് അറിയിച്ചിരുന്നു. ഇപ്പോ ഡൈവിങ്ങിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ഡൈവിംഗ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 12 ദിവസങ്ങളിലായി ഡൈവിംഗ് എവിടെയും സാധ്യമായിരുന്നില്ല. ഡൈവിംഗ് സാധ്യമാകാതിരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യം ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരു സ്പോട്ട് നമുക്ക് ലഭ്യമായിരുന്നില്ല എന്നുള്ളതായിരുന്നു വിഷയം. ഇപ്പൊ നമ്മുടെ മുന്നിൽ 2 സ്പോട്ടുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലത്താണ് ഇപ്പോ ഡൈവിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ അവിടെ ഒരു സാധ്യതയുടെ കുറവ് വന്നാൽ 2ാമത്തെ സ്പോട്ടിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക. പക്ഷെ ഇന്ന് രാവിലെ മേജർ രാജേന്ദ്രനുമായിട്ട് സംസാരിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഇന്നിപ്പോ ഡൈവിംഗ് ആരംഭിച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. തീർച്ചയായും. ഇപ്പോൾ പക്ഷേ നാവികസേനാ അംഗങ്ങളല്ല, ഡീപ് ഡൈവേഴ്സ് അല്ല, ഈശ്വർ മാൽപ്പയും സംഘവുമാണ് അവിടെ ഇറങ്ങുന്നത്. അതിൽ എത്രമാത്രം പ്രതീക്ഷയാണ് നമുക്കുള്ളത്? എന്താണ് അവരുടെ ദൗത്യം കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്? അവിടെ കാഴ്ച പരിമിതിയുണ്ട്. തെർമൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് പോലും ബോഡിയുടെ ക്യാബിൻ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ക്യാബിന്റെ ഉള്ളിൽ അതിനുണ്ടാവാനുള്ള സാധ്യത എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അതിന്റെ ഭാഗമായിട്ടാണ് ക്യാബിൻ ഐഡന്റിഫൈ ചെയ്യുക. ക്യാബിൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും അർജുൻ ഉണ്ടോ എന്നുള്ള പരിശോധന നടത്താൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. അപ്പോ നാവികസേനയെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടില്ല, നാവികസേനയുടെ കൂടി സഹായത്തോടു കൂടിയിട്ടാണ് നേരത്തെ സൂചിപ്പിച്ച അമംഗൽ വിദഗ്ധരുടെ സഹായത്തോടു കൂടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനുകൂലമായൊരു കാലാവസ്ഥ കൂടി ഇന്ന് ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ കൂടുതലാവുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് അനുകൂലമായ കാലാവസ്ഥ കൂടിയാണ്. തീർച്ചയായും ലിൻഡോ, നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴും മുൻ ദിവസങ്ങളെക്കാൾ അനുകൂലമാണ് കാലാവസ്ഥ എന്ന് മനസ്സിലാകുന്നു. ഇന്നലെയും ഇന്നും മഴ അല്പം വിട്ടുനിൽക്കുന്നുണ്ട്, കാറ്റിന് ശക്തി കുറവുണ്ട്. പക്ഷേ അടിയൊഴുക്ക് 6.8 നോട്ട്സ് ആണ് എന്ന വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നു. എന്താണ് ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം? അങ്ങനെയാണെങ്കിൽ അടിയൊഴുക്ക് ആണ് ഏറ്റവും കനത്ത വെല്ലുവിളി, ഈ ഡൈവർമാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി.
അങ്ങനെയാണെങ്കിൽ അത് ഇപ്പോഴും പ്രതികൂലം തന്നെയല്ലേ സാഹചര്യം? അതെ, തീർച്ചയായിട്ടും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോട്ട്സിൽ വലിയൊരു മാറ്റം ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. എങ്കിലും നേരത്തെ അവർ സൂചിപ്പിച്ചിരുന്നു കുറച്ച് റിസ്ക് എടുക്കാതെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നുള്ളത്. ഇന്നലെ ബഹുമാനപ്പെട്ട കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാർ, അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് അതുപോലെ AK ശശീന്ദ്രൻ മിനിസ്റ്ററും, ഈ 2 ആളുകളും ഇന്നലെ കുറച്ച് റിസ്ക് എടുത്ത് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുന്നുള്ള ഒരു നിർദ്ദേശം കൂടി വെച്ചിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ടാവാം തീർച്ചയായിട്ടും റിസ്ക് എടുക്കാൻ അവർ തയ്യാറായത്. അതിനിടയിൽ തന്നെ ചില ഇൻസിഡന്റുകൾ സ്വാഭാവികമായിട്ടും സംഭവിച്ചതുണ്ട്. അപ്പോൾ കട്ടായതാണോ? ശരി, അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം. ലിൻഡോ ജോസഫ് MLA ആണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും ശ്രമകരമാണ്, പക്ഷേ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ്. കാലാവസ്ഥ അല്പം അനുകൂലമായത് ആശ്വാസമാണ്, പക്ഷേ അതിന്റെ മെച്ചമൊന്നും ഈ അടിയൊഴുക്കിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും 6.8 നോട്ട്സ് ആണ് അടിയൊഴുക്ക്. അത്രയും കറണ്ട് ഉണ്ട്. അതിനെ മറികടന്ന് അവിടെ എത്തുക, അവിടെ ലോഹ ഭാഗം കണ്ടെത്തി എന്ന് കരുതുന്ന സ്പോട്ടിൽ ലോറിയുടെ ക്യാബിൻ ഉണ്ടോ എന്നത് അന്വേഷിക്കുക. അത് വളരെ ദുർഘടമായ പ്രതിസന്ധി നിറഞ്ഞ ഒരു ദൗത്യം തന്നെയാണ്. പക്ഷേ അതാണ് വളരെ ധൈര്യപൂർവ്വം ഈശ്വരും സംഘവും, ഈശ്വർ മാൽപ്പയും സംഘവും ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ എല്ലാ പ്രതീക്ഷയും അർപ്പിക്കുകയാണ്. 12ാം ദിനം അങ്ങനെ പ്രതീക്ഷയുടേതാകുന്നു. കടലിന്റെ മക്കൾ അവർ ആ ദൗത്യത്തിലേക്ക് വന്നതോടുകൂടി ആ പ്രതീക്ഷ ഉണ്ടാവുകയാണ്. TG സജിത്ത് തുടരുന്നുണ്ട്. സജിത്ത്, എത്രമാത്രം ശ്രമകരമാണ് അവിടെ നടക്കുന്ന ദൗത്യം എന്നത് ലിൻഡോ സൂചിപ്പിച്ചു. നമുക്കറിയാം ഇതിനോടകം 3 അറ്റംപ്റ്റ് നടന്നു എന്നാണ് പറയുന്നത്. അതിൽ ഒരെണ്ണം ഈ കയർ, അദ്ദേഹത്തെ ബന്ധിപ്പിച്ചിരുന്ന കയർ വിട്ടുപോകുന്നു, അദ്ദേഹം ഒഴുക്കിൽപ്പെടുന്നു. അവിടെ നിന്ന് പിന്നീട് ദൗത്യ സംഘാംഗങ്ങൾ ബോട്ടിൽ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരികയാണ്. അതിനുശേഷവും പിന്മാറാതെയാണ് ഈ ദൗത്യം നടക്കുന്നത്. അപ്പോൾ എത്രമാത്രം ദുർഘടമാണ് ഈ സാഹചര്യം അവിടെ തുടരുന്നത്, ഈ ദൗത്യം തുടരുക എന്നത്? അങ്ങേറ്റം ദുർഘടമാണ്, തർക്കമില്ല കാര്യത്തിൽ. കാരണം ഈ 12ാം ദിനം നമ്മൾ നേരത്തെ ലിൻഡോ MLA സൂചിപ്പിച്ചതുപോലെ ഇതുവരെ ഈ ദൗത്യത്തിൻ്റെ കഴിഞ്ഞ 11 ദിവസങ്ങളെ അപേക്ഷിച്ച് 12ാം ദിനം ഏറെ പ്രതീക്ഷ നൽകുന്നതും ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും ക്രിയാത്മകമായ ഇടപെടലുണ്ടാവുന്ന ദിവസം കൂടിയായി ഇന്ന് മാറുകയാണ്. കാരണം 23-ന് ലൊക്കേറ്റ് ചെയ്തതാണ് ഈ ലോറി പുഴയിൽ ഉണ്ട്, പുഴയുടെ അടിത്തട്ടിലുണ്ട് എന്ന കാര്യം. പക്ഷേ പുഴയുടെ ലൊക്കേഷൻ പല വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പല വ്യത്യസ്ത ഇടങ്ങളിലായി പിന്നീട് സിഗ്നൽ ലഭിക്കുന്നു. ഒടുവിൽ അതെല്ലാം അപഗ്രഥിച്ച് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന 132 മീറ്റർ അകലെയുള്ള ആ സ്ഥലത്ത് തന്നെ ലോറി, ആ ലൊക്കേഷനിൽ ലോറി തന്നെയെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്നു. ഇനി അങ്ങോട്ട് പുഴയിലിറങ്ങി പരിശോധനയാണ്. ഒന്നോർത്ത് നോക്കണം, നാവികസേന മുമ്പ് പലവട്ടം ആ പുഴയിൽ പരിശോധനയ്ക്ക് വേണ്ടി ഒരുങ്ങിയതാണ്. പക്ഷേ പുഴയിൽ മുങ്ങിയുള്ള പരിശോധന സാധ്യമല്ല എന്ന് വിലയിരുത്തി. ഈ അപകടമുണ്ടായ ആദ്യ വട്ടം തന്നെ, ആദ്യ റൗണ്ടിൽ തന്നെ നാവികസേനയാണ് രക്ഷാപ്രവർത്തനത്തിൽ എത്തിയ ഒരു വിഭാഗം. പക്ഷേ അത് പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയായിരുന്നില്ല, മറിച്ച് പുഴയുടെ വിവിധ ഭാഗങ്ങളിലൂടെ എന്തെങ്കിലും സംശയകരമായ വസ്തുക്കളോ സാഹചര്യമുണ്ടോ എന്ന പരിശോധനയാണ് നടത്തിയത്. പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയ്ക്ക് വലിയ തടസ്സങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. അവിടെ രക്ഷകരായി എത്തുന്നത് ഇപ്പോഴുള്ള ഈശ്വർ മാൽപ്പയും സംഘവുമാണ്. ആ സംഘം ഏറ്റെടുത്തിരിക്കുന്ന വെല്ലുവിളി അവർ 3 വട്ടം ശ്രമിച്ചു, പക്ഷേ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. വീണ്ടും ശ്രമങ്ങൾ അവിടെ തുടരുകയാണ്. എന്തായാലും അവരിലെ അർജുനിലേക്ക് എത്തുക എന്ന ദൗത്യത്തിലേക്ക് തന്നെ പോവുകയാണ്. ഇവിടെ നമുക്ക് മുന്നിലുള്ള വെല്ലുവിളി അതിനെ ഇങ്ങനെ വിശദീകരിക്കാം. അതായത് കരയിൽ നിന്നും 132 മീറ്റർ അകലെ, ഏറെക്കുറെ ഈ പുഴയുടെ ഗംഗാവലി നദിയുടെ മധ്യഭാഗത്തായി, ആ മൺതിട്ടയ്ക്ക് സമീപത്തായി അവിടെയാണ് ഈ ലൊക്കേഷൻ മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ ലൊക്കേഷൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഇടം ജലനിരപ്പിൽ നിന്നും 3 മീറ്ററോളം താഴ്ഭാഗത്താണ്. പക്ഷേ താഴ്ഭാഗത്തുള്ളത് ഒരു ഡിറ്റക്ട് ചെയ്തിരിക്കുന്ന വസ്തു അത് ഈ വാഹനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമാകാം എന്നതേ ഉള്ളൂ. ക്യാബിനാകണമെന്ന് ഉറപ്പില്ല. ക്യാബിൻ താഴ്ഭാഗത്താണെങ്കിൽ വീണ്ടും 5 മീറ്റർ താഴേക്ക് ഇറങ്ങി പരിശോധിക്കേണ്ടി വരും. അതല്ല, ക്യാബിൻ മുകൾ ഭാഗത്ത് തന്നെയാണെങ്കിൽ ഈ ക്യാബിനിലെത്തി പരിശോധിച്ച് അർജുനുണ്ടോ എന്ന് ഉറപ്പുവരുത്താം. അതല്ലെങ്കിൽ കൂടുതൽ താഴ്ഭാഗത്തേക്ക് പോവേണ്ടി വരും. 3 മീറ്ററിൽ നിന്നും 5 മീറ്റർ കൂടി യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ 8 മീറ്ററിലധികം വീണ്ടും ജലത്തിൻ്റെ ഉള്ളിലേക്ക് താഴ്ന്ന പ്രദേശത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെയെങ്കിൽ അതുണ്ടാക്കുന്ന ദുഷ്കരമായ സാഹചര്യം, അതായത് ആഴം കൂടുന്തോറും അവിടെ അടിയൊഴുക്ക് കൂടുതൽ രൂക്ഷമാവുന്ന സാഹചര്യമുണ്ട്. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് വേണം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ആ രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി ഇറങ്ങാൻ. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ
വരെ ഈ നാവികസേനാ അംഗങ്ങളോട് ഈ അടിയൊഴുക്കിലേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെടാൻ കഴിയില്ലാത്ത സാഹചര്യമായിരുന്നു. കാരണം ഈ മുങ്ങൽ വിദഗ്ധന് ഡൈവേഴ്സിന് അവർക്ക് നിലനിൽക്കുന്ന സ്റ്റാൻഡേർഡ്സ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് കൃത്യമായി പാലിക്കണമെങ്കിൽ അത് അവരുടെ സുരക്ഷ കൂടി പ്രധാനമായിരുന്നു. അത് ഒരു തരത്തിലും സാധ്യമല്ലാത്ത സാഹചര്യമാണ് പുഴയിൽ നിലനിന്നിരുന്നത്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ തങ്ങളൊരു വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്ന പ്രഖ്യാപനവുമായി ഈ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തോടെ അവർ മുന്നോട്ട് വരുമ്പോൾ അത് ഇന്ന് സാധ്യമാക്കുമോ എന്നതാണ് നമുക്ക് മുന്നിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതിലേക്ക് തന്നെയാണ് എത്തുന്നത്. തീർച്ചയായും ഈ ദൗത്യം തുടങ്ങി 9ാം നാളാണ് പ്രതീക്ഷയുടെ വാർത്തകൾ അവിടെ നിന്ന് വന്നത്. അത് ന്യൂസ് 18ലൂടെയാണ് പ്രേക്ഷകർ അറിഞ്ഞത്. ആ ലോറി ഉള്ള സ്ഥലം കണ്ടെത്തി എന്ന പ്രധാനപ്പെട്ട സിഗ്നൽ ലഭിച്ച ദിവസം. അതിനുശേഷം 2 ദിവസം നിരാശയുടേതായിരുന്നു. ഇപ്പോൾ 12ാം ദിവസം വീണ്ടും പ്രതീക്ഷയാണ്. ഈശ്വർ മാൽപേ സംഘം അവിടെ തെരച്ചിൽ നടത്തുന്നു എന്നതാണ് ആ പ്രതീക്ഷ നൽകുന്ന ഘടകം.